ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ വീഡിയോ കാണണം, കൂടെ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ ശ്രമിക്കണം. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അങ്ങനെ അലീനയെ കൊണ്ട് ആ വീട്ടിലെ സകല പണിയും ചെയ്യിപ്പിക്കുകയാണ് കുഞ്ഞുമോളെ എന്ന് പറയുന്ന ആ വേലക്കാരിനെ അവിടുന്ന് പറഞ്ഞു വിടാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞുമോളോട് പറയാണ്, നീ ഇവിടെ നിന്ന് പൊക്കോ, ഇനിയിപ്പൊ നിന്റെ കാര്യമില്ല, ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു വേലക്കാരിയുടെ കാര്യം, അവള് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നീ ഇനി ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് തന്നെ കുഞ്ഞുമോളോട് പറഞ്ഞ് കുഞ്ഞുമോളെ പറഞ്ഞു വിടുകയാണ്. അയ്യോ, അലീനയ്ക്ക് ആ വീട്ടിൽ 30 പണിയുണ്ട് കേട്ടോ. ഒരു വലിയ വീടാണ്. തൂത്ത് തുടച്ച് വൃത്തിയാക്കി കഞ്ഞിയും കറിയും വെച്ച് മുത്തശ്ശീനെ നോക്കി ആകെ മൊത്തം വലിയ പണിയാണെങ്കിലും നിഷ്പ്രയാസമാണ് നമ്മുടെ അലീന ആ വീട്ടിലെ പണിയൊക്കെ ചെയ്യുന്നത്. സ്വന്തം വീടാണെങ്കിൽ പണി ചെയ്യണമല്ലോ, അത് തന്റെ സ്വന്തം വീട് തന്നെയാണല്ലോ. സ്വന്തം വീട്ടുകാർക്കും കൂടപ്പിറപ്പിനും വേണ്ടി താൻ എന്ത് ചെയ്യാനും ഒരു മടിയില്ല എന്ന് തന്നെയാണ് നമ്മുടെ അലീനയുടെ ആ ഒരു തീരുമാനം. അതുകൊണ്ട് അലീന ആ വീട് മുഴുവൻ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇടുകയും അതിനോടൊപ്പം തന്നെ ആ വീട്ടിലെ ഓരോരുത്തരുടെ കാര്യവും അറിഞ്ഞ് കണ്ട് ചെയ്യുകയും രാവിലെ ആ കുട്ടികളെ വിളിച്ചെണീപ്പിച്ച് ആ കുട്ടികൾക്ക് ലഞ്ച് ബോക്സും അതുപോലെ തന്നെ എന്താ പറയുന്നത് ടിഫിനും ഒക്കെ കൊടുത്തു വിടാനും ഒക്കെ നമ്മുടെ അലീന മുൻകൈ എടുത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അലീനയോട് പ്രത്യേകിച്ചൊരു സ്നേഹം നമ്മുടെ ബാലന് വരിട്ടോ, നമ്മുടെ വൈജയന്തിയുടെ ഭർത്താവിന് ഉണ്ടാകും. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം. ഇന്നത്തെ കഥയുടെ ഭാഗങ്ങളൊക്കെ തന്നെയാണ്. ഏതായാലും ഞാൻ വിശേഷത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ നമ്മുടെ അലീന മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ മുത്തശ്ശി പറയാ, മോളെ നിനക്കിവിടെ ഭയങ്കര കഷ്ടപ്പാടാണല്ലേ, അവിടെ നിന്ന് കൈതക്കലിൽ നിന്ന് വന്നതിലും കൂടുതൽ കഷ്ടപ്പാടായി പോയല്ലേ ഇവിടെ. അവിടെയാണെങ്കിൽ നിനക്ക് കമലയുടെ മോന്ത വീർപ്പീര് മാത്രം കണ്ടാൽ മതിയായിരുന്നു. ഇവിടെ ഇപ്പം ഇവൾക്ക് വായിൽ വരുന്നതൊക്കെ മോളെ പറയുവല്ലേ, അതുപോലെ തന്നെ മോൾ ഈ വീട്ടിലെ പണിയൊക്കെ ചെയ്യണ്ടേ. അവിടെയാണെങ്കിൽ മോള് എൻ്റെ അടുത്ത് ഒതുങ്ങി കൂടൂലായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതിനിപ്പോ എന്താ മുത്തശ്ശി, ഒരു കുഴപ്പമില്ല, ഈ വീട്ടിലെ പണി ചെയ്തെന്ന് ഓർത്തുണ്ട് എന്താ പ്രശ്നം ഇരിക്കുന്നത്. എനിക്കിഷ്ടം ഈ വീട്ടിലെ എല്ലാവരെയും നോക്കാനും അവരുടെ പണികൾ ചെയ്യാനും. അതിനിപ്പോ എന്താ, എന്റെ സ്വന്തം വീട് പോലെയല്ലേ ഞാൻ കണ്ടിരിക്കുന്നത്. ഇതെന്റെ സ്വന്തം മുത്തശ്ശിനെ പോലെയും അതുപോലെ തന്നെ ഇവിടെയുള്ളവരെ എല്ലാവരെയും ഞാൻ എന്റെ സ്വന്തം ആൾക്കാരെ പോലെയാ കാണുന്നത്. അപ്പൊ പിന്നെ അന്യർക്ക് വേണ്ടി പണി ചെയ്യാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഹേയ്, മോള് പേടിക്കൊന്നും വേണ്ട കേട്ടോ, മോക്ക് നല്ലൊരു തുക ശമ്പളമായിട്ട് തരും. നോക്കിക്കോ, വൈജയന്തി 10-12 രൂപ തരാനേ ചാൻസ് ഉള്ളൂ. വേണ്ട, ഞാൻ എൻ്റെ ഡെപ്പോസിറ്റിൽ നിന്ന് മോൾക്ക് ഒരു തുക തരും. മോൾ അതുപോലെ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. ഞാനിപ്പം ഈ ജീവനോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് മോള് കാരണമാ. അയ്യേ, അങ്ങനെയൊന്നും പറയരുത്. ഞാൻ പൈസ മോഹിച്ചിട്ടൊന്നുമല്ല ഇവിടെ ജോലി ചെയ്യാൻ വന്നത്. എനിക്ക് ആരും 5 പൈസ തന്നില്ലേലും കുഴപ്പമില്ല. എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാതിരുന്നാൽ മതി. എല്ലാ ജോലിയും ഞാൻ ചെയ്തോളാം, എല്ലാവരെയും ഞാൻ സ്നേഹിച്ചോളാം. ഇതൊക്കെ കേൾക്കുമ്പോഴും എൻ്റെ ഈശ്വരന്മാരെ, ഇപ്പോഴും ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളുണ്ടോ? നിന്റെ പ്രായത്തിലുള്ളതുങ്ങളാ ഓരോന്നെണ്ണം ഇതിലെ നടന്ന് പഠിച്ചോണ്ടൊക്കെ നടക്കുന്നത്. അവർക്ക് കിട്ടാത്ത എത്രയോ നല്ലൊരു സ്വഭാവം മോളെ നിനക്ക് കിട്ടിയത്. മോളേതോ വലിയ കുടുംബത്തിൽ പിറക്കേണ്ടത് തന്നെയായിരുന്നു കേട്ടോ. ഞാൻ വലിയ കുടുംബത്തിൽ തന്നെയാ മുത്തശ്ശി പറഞ്ഞത്, മുത്തശ്ശിയുടെ കൊച്ചുമോളായിട്ട്, മുത്തശ്ശിയുടെ സ്വന്തം മോളുടെ മകളായിട്ട്. പക്ഷെ അത് പറയാനുള്ള അവകാശവും അധികാരവും എനിക്കിപ്പോഴില്ലല്ലോ. അത് എൻ്റെ അമ്മയെ ബാധിക്കുന്നതാണെങ്കിൽ ഒരിക്കലും ഞാൻ പറയില്ല. എൻ്റെ അമ്മ 2 തല്ല് തല്ലിയാലും സന്തോഷത്തോടു കൂടി ഞാൻ സ്വീകരിക്കത്തുള്ളൂ. പെട്ടെന്ന് നമ്മുടെ അലീനി ഇങ്ങനെ ചിന്തിക്കുന്നത് കണ്ടപ്പോൾ മുത്തശ്ശി ചോദിച്ചു, എന്താ മോള് ചിന്തിക്കുന്നത്? ഏയ് ഒന്നുമില്ല, എങ്കി ബാ ഇവിടെ വന്നിരിക്കുക, കുറച്ച് കുഴമ്പ് എണ്ണയൊക്കെ തൂത്തുതാ. ഇപ്പൊ മോള് പുറത്തേക്ക് പോകണ്ട, ഞാൻ ചോദിച്ചാ പറഞ്ഞോളാം, എന്റെ കൈ തിരുമുവാണെന്ന്. മോള് അങ്ങനെ ഫുള്ള് പണിയൊന്നും ചെയ്ത് മടുക്കണ്ട. മോള് സുന്ദരി കുട്ടിയാ, എന്തിനാ വെറുതെ ഇത് ക്ഷീണമൊക്കെ വരുത്തി വെക്കുന്നത്. എല്ലാവർക്കും മോളെ കാണുമ്പോ ഒരു അസൂയ ഉണ്ട് കേട്ടോ. മോളുടെ നിറവും മോളുടെ ഈ ഒരു സ്വഭാവവും മോളുടെ സൗന്ദര്യവും ഒക്കെ കണ്ടിട്ട് ഇവിടെയുള്ളവരൊക്കെ അസൂയപ്പെടാൻ മാത്രം ഉണ്ട് മോക്ക് സൗന്ദര്യവും നിറവും ഒക്കെ. അതൊക്കെ പോട്ടെ, അല്ല മോളിവിടെ വന്നിരിക്കുക, ആ കുഴമ്പിങ് എടുത്തോണ്ട് വാ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അലീനയെ അവിടെ പിടിച്ചിരുത്താണ്. എന്തിനാണ് മുത്തശ്ശി പിടിച്ചിരുത്തുന്നത്? നമ്മുടെ അലീനയെ വിളിക്കാതിരിക്കാൻ വേണ്ടി. എവിടെന്ന് അലീനയെ വിളിക്കാതിരിക്കുമോ? ഇതിനിടയിൽ കാണിക്കുന്നത് നമ്മുടെ ഹരിശങ്കറിനെയാണ് കേട്ടോ. അങ്ങനെ ഹരിശങ്കർ ആ ചെറുക്കനെ വഴിതെറ്റിക്കുകയാണ്. ഏത് ചെറുക്കനെ? അങ്ങനെ ഹരിശങ്കർ പറയാ, എടാ ഞാനിന്ന് ഇവിടുന്ന് പോകും, എന്നാലും നിനക്ക് കോളല്ലേടാ കോള്. ഇടയ്ക്ക് ഞാൻ വരാം നിന്നെ കാണാനായിട്ട്, അപ്പൊ അവളെ കാണുകയും ചെയ്യാലോ. ഏതായാലും നീ ഭാഗ്യം ചെയ്തവനാടാ, ഇതുപോലൊരു സുന്ദരീനെ കൺമുമ്പിൽ കിട്ടുക എന്ന് പറഞ്ഞാല്. സമ്മതിക്കണം കേട്ടോ, അവളെ കാണാൻ എന്ത് രസമാ. അവളെ കുറിച്ച് പറഞ്ഞിട്ടും തീരുന്നില്ല. നീ നിർത്തടാ, നീ എന്തിനാ അവളെ കുറിച്ച് സംസാരിക്കുന്നത്? അവളൊരു വേലക്കാരിയല്ലേ, എത്രയ്ക്ക് നിറവും ഗുണമൊക്കെ ഉണ്ടെങ്കിലും വേലക്കാരി തന്നെയല്ലേ. അപ്പോഴത്തേക്ക് വീണ്ടും ഹരിശങ്കർ നമ്മുടെ വൈജയുടെ
മൂത്ത മകനെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യാണ് കേട്ടോ. അവനെയും കൂടെ വഴിതെറ്റിക്കാൻ നോക്കാണ്. ഏതായാലും ഇടയ്ക്ക് നമ്മുടെ അലീനെ ഇറങ്ങി വന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ അലീനയുടെ സഹോദരനെ വൈജയുടെ മകനെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹരിയുടെ കൂടെ കൂട്ടുകൂടി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നും അലീനയ്ക്ക്. എൻ്റെ ഈശ്വര, എൻ്റെ ആങ്ങളെയും ഇവൻ വഴിതെറ്റിക്കുന്ന തോന്നുന്നത്. ഞാൻ പെങ്ങളാണെന്ന് അറിയാതെയാണല്ലോ ഇവന്മാരെല്ലാവരും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഇതേ സമയം പിന്നെ കാണിക്കുന്ന നമ്മുടെ ബാലേന്ദ്രൻ വരികയാണ്. അങ്ങനെ ബാലേന്ദ്രൻ വരുന്നു. ബാലേന്ദ്രൻ വന്ന് വൈജയ് എങ്ങനെയുണ്ട് പുതിയ വേലക്കാരി എന്നൊക്കെ ചോദിക്കുമ്പോ അല്ല വേലക്കാരി എന്നല്ല, എങ്ങനെയുണ്ട് പുതിയ കൊച്ച്? കൊച്ചോ? വേലക്കാരി എന്ന് പറയാം. എന്ത് കൊച്ച്? ഏത് കൊച്ച്? ഇതേ ഒരു കാര്യം പറഞ്ഞേക്കാം ബാലേന്ദ്ര മനസാക്ഷി കാണിക്കലും പാവം പുണ്യം കാണിക്കലും അവളുടെ അടുത്ത് വേണ്ടാട്ടോ. അവളെ വേലക്കാരി തന്നെയാ. ഈ വീട്ടിലെ എല്ലാ പണിയും ഞാൻ അവളെ കൊണ്ടാ ചെയ്യിക്കുന്നത്. അയ്യോ, എന്താ വൈജ നീ പറയുന്നത്? ആ പെൺകൊച്ചിനെ നമ്മൾ വിളിച്ചുകൊണ്ട് വന്നത് അമ്മേനെ നോക്കാൻ വേണ്ടിയല്ലേ? അമ്മേനെ നോക്കിക്കോട്ടെ, അതിന്റെ കൂടെ വേലയും ചെയ്യട്ടെ. എന്തിനാ 2 വേലക്കാരി? അമ്മയെ നോക്കാൻ ഒരു വേലക്കാരി, വീട്ടുപണി ചെയ്യാൻ വേറൊരു വേലക്കാരി. ഇവർക്കെല്ലാം പൈസയല്ലേ എണ്ണി കൊടുക്കേണ്ടത്? പിടിച്ചു കുലുക്കുമ്പോഴൊന്നും ഇങ്ങോട്ട് വീടില്ലല്ലോ പൈസ. അതുകൊണ്ട് തന്നെ ഒരു വേലക്കാരി മതി. ഇനി അവൾ ഈ വീട്ടിലെ പണിയൊക്കെ ചെയ്തോളും. എങ്കിലും കുറച്ച് കഷ്ടമുണ്ട് കേട്ടോ. അവളെ ഒരു മനുഷ്യ സ്ത്രീ ആയിട്ടെങ്കിലും നീ കാണണേ. നീ നിന്റെ മക്കളോട് തുള്ളി കളിക്കുന്നത് പോലെ ബാക്കിയുള്ളവരോടൊക്കെ തുള്ളി കളിക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പൊ അവർക്ക് അസോസിയേഷനൊക്കെ ഉണ്ട്. അത് നിനക്കറിയാമോ? എന്താ അസോസിയേഷൻ? എവിടെയോ കിടന്ന് തെരുവില് ആരോ പിഴച്ച് പ്രസവിച്ച് ഇട്ടിട്ട് പോയാ. ദേ വൈജെ, അങ്ങനെയൊന്നും പറയരുത് നീ. പിന്നെ ഞാൻ എങ്ങനെയാ പറയേണ്ടത്? അവളെ എന്താ വാഴ്ത്തി പാടണോ? എന്റെ പൊന്ന് ബാലേട്ട, ഒന്ന് അല്ല ഭക്ഷണം കഴിക്കട്ടെ, എല്ലാവരും കൂടെ വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിക്കുകയാണ്. ഏതായാലും ഭക്ഷണമൊക്കെ നമ്മുടെ അലീനയാട്ടോ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് എല്ലാവരും വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അലീനയെ വിളിച്ചിട്ട് വൈജയന്തി പറയാ, അതെ ഒന്ന് ഇങ്ങോട്ട് വന്നേ പെണ്ണെ, നീ വേണം ഇതൊക്കെ വിളമ്പി തരാനായിട്ട്, ഒന്ന് വിളമ്പിത്താ. അപ്പം ബാലൻ പറയുന്നുണ്ട്, എന്തിനാ വെറുതെ ആ പെങ്കൊച്ചിനെ കൊണ്ട് വിളമ്പിക്കുന്നത്? അവക്കും ആഹാരം കഴിക്കാൻ സമയമായതല്ലേ, അവള് പോയി ആഹാരം കഴിക്കട്ടെ. അവൾ ആഹാരം കഴിച്ചോളും, അവക്ക് കഴിക്കാൻ ഒരു സമയമുണ്ട് ഇവിടെ. ഈ കുടുംബക്കാര് കഴിച്ചു കഴിഞ്ഞിട്ട് മതി പുറത്തുനിന്ന് വരുന്നവരൊക്കെ കഴിക്കല്. എടി എല്ലാം വിളമ്പി വെച്ചേ എന്ന് പറഞ്ഞ് അലീനെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ അലീനെ എല്ലാം സന്തോഷത്തോടു കൂടി തന്നെ വിളമ്പി കൊടുക്കുന്നു. തന്റെ സഹോദരങ്ങൾക്കും തന്റെ അമ്മയ്ക്കും താൻ ഉണ്ടാക്കിയ ആഹാരം വിളമ്പി കൊടുക്കുക എന്നത് സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു അലീനയ്ക്ക്. അലീന വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ് അത് ചെയ്യുന്നത്. എത്ര വഴക്ക് പറഞ്ഞിട്ടും ഇവളുടെ മുഖത്ത് ഒരു വിഷമവും ഇല്ലല്ലോ. കല്ല് പോലെ ഇവൾ ഇരിക്കുന്നത്. ഇങ്ങനെയാ കള്ളികള്. അപ്പോഴേക്കും നമ്മുടെ അലീന പറഞ്ഞു, കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളക്കരച്ചില്, കരയാതിരുന്നാൽ കല്ല് പോലത്തെ മനസ്സ്. എന്താ ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നത്? കണ്ടില്ലേ അവളുടെ ഒരു നാക്ക്? എന്റെ പൊന്നു വൈജയന്തി, ആഹാരം കഴിക്കുമ്പോഴെങ്കിലും നീ മിണ്ടാതിരിക്കുക. അല്ല മോളുടെ ബ്രിജിത്താമ്മയെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അവിടെ ഒത്തിരി അന്തേവാസികൾ ഉണ്ടായിരുന്നോ? അവിടെ 10-36ഓളം പേരുണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ച് ഒരു കുടുംബക്കാരായിട്ട്. അതില് പ്രായമുള്ളവരും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ബ്രിജിത്താമ്മ, എന്റെ മമ്മി, അതായിരുന്നു ഞങ്ങളുടെ ലോകം. ഒരു ബ്രിജിത്താമ്മ, ഒരു മമ്മി. നീ വന്നപ്പോ മുതൽ കേൾക്കുന്ന മനു കുറെ പോഴ്ത്തി പറഞ്ഞായിരുന്നു ആ സ്ത്രീയെ കുറിച്ച്. എന്താടി ആ സ്ത്രീക്ക് ഇത്ര പ്രത്യേകത? എവിടെയോ തെണ്ടി നടന്ന ഒരു സ്ത്രീയെ ഒരു അനാഥാലയം പണിതു, എന്നിട്ട് സ്വന്തം മക്കളെ പോലെ നോക്കി പോലും. ആർക്കറിയാം അവിടെ ഈ അനാഥാലയത്തിന്റെ പുറകിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന്? കള്ളി സ്ത്രീ ആയിരിക്കും അത്. എവിടെയെങ്കിലും പിഴച്ചു കുത്തി നടന്നതായിരിക്കും. അയ്യോ, അങ്ങനെയൊന്നും പറയരുത്, എന്റെ മമ്മി പാവ. അപ്പോഴത്തേക്കും ബാലേന്ദ്രനും പറയുന്നുണ്ട് കേട്ടോ, ആ സ്ത്രീ ഒരു ഗൾഫുകാരന്റെ ഭാര്യയായിരുന്നു വൈജയ്. ആ സ്ത്രീക്ക് മക്കളും ഉണ്ടായിരുന്നു. ഒരു ആക്സിഡന്റിൽ ഹസ്ബൻഡും മക്കളും മരിച്ചുപോയി. അതേ പിന്നെ ഓഫനേജ് തുടങ്ങിയത്. അതെ, അത് ശരിയാ എന്ന് പറഞ്ഞപ്പോ, പിന്നെ എന്ത് ശരി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി ആ സ്ത്രീയെ കുറിച്ച് ഇവിടെ മിണ്ടരുത്. പിഴച്ചുകുത്തി നടന്ന ഏതെങ്കിലും സ്ത്രീയെ കുറിച്ച് ഇവിടെ വാഴ്ത്തി പാടുന്നു. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ എന്തും പറഞ്ഞോ, എന്റെ മമ്മിയെ കുറിച്ച് പറഞ്ഞാൽ അത് ഞാൻ സഹിക്കില്ല. എന്റെ മമ്മിയ ഈ ലോകത്തിലെ ഏറ്റവും നല്ല മമ്മി, എന്റെ മമ്മിയ ഈ ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീയെ, അങ്ങനെയാ ഞങ്ങൾ കരുതുന്നത്. അത്രയ്ക്ക് പാവ ഞങ്ങളുടെ മമ്മി. അസുഖം വന്നപ്പോൾ പോലും ഒന്ന് ചികിത്സിക്കാൻ സമ്മതിക്കാതെ ഞങ്ങളെല്ലാം സേഫ് ആക്കാനാ ഞങ്ങളുടെ മമ്മി നോക്കിയത്. നിന്റെ മമ്മീനെ പറയുമ്പോ നിനക്ക് അങ്ങോട്ട് നോക്കുന്നോ? എടി, അവൾ ഏതെങ്കിലും പിഴച്ചവളായിരിക്കൂടി. നിനക്കൊക്കെ അതിന്റെ പിന്നിലെ കഥ വല്ലതും അറിയാമോ? നിർത്ത്, ഇനി ഒരു അക്ഷരം മിണ്ടരുത്. നിങ്ങൾക്കത് പറയാനുള്ള യാതൊരു യോഗ്യതയുമില്ല. ഇത് കേട്ടതും വൈജയന്തി അങ്ങ് എണീറ്റില്ലേ? ബാലേട്ടാ, ഇവളെ തീന്മേശയുടെ മുമ്പിൽ കൊണ്ടത് നിർത്തിയപ്പം ഇവളുടെ നാക്ക് പൊങ്ങിയത് കണ്ടോ? അസത്തെ മാറിപ്പോടി എന്റെ മുമ്പിന്ന്. മിണ്ടിപ്പോകരുത്.
ആരെക്കുറിച്ച് പറഞ്ഞാലും മിണ്ടാതെ നിന്ന് കേട്ടോണം. വലിഞ്ഞു കയറി വന്നിട്ട് അവള് എന്നെ ഭരിക്കാൻ വരുന്നോ? നടക്കില്ല, ഞാൻ നടത്തില്ല. അപ്പോഴത്തേക്കും നമ്മുടെ അലീന പെട്ടെന്ന് പോവുകയാണ്. ബാലേന്ദ്രൻ പറഞ്ഞു മോള് പൊക്കോളാൻ. എന്നിട്ട് ബാലേന്ദ്രൻ വൈജയനെ കുറെ വഴക്കും പറയുന്നുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മുടെ മനുവും വരുന്നുണ്ട് കേട്ടോ. മനു വരുന്നത് മുത്തശ്ശീനെ കാണാനായിട്ടാണ്. അങ്ങനെ മുത്തശ്ശിയുടെ റൂമിൽ മനുവിനെ കാണുമ്പോഴത്തേക്കും നമ്മുടെ അലീനെ ഞെട്ടിപ്പോവാണ്. അങ്ങനെ അലീനയോട് ചോദിക്കുക എങ്ങനെയുണ്ട്, സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഏതായാലും നമ്മുടെ മനുശങ്കർ വന്നതുകൊണ്ട് തന്നെ നല്ലൊരു പ്രതീക്ഷയാണ് അലീനയ്ക്കുള്ളത്. മാത്രമല്ല മനുശങ്കർ ആണെങ്കിൽ ഈ പറയുന്ന ഹരിശങ്കറിനെയും അതുപോലെ വൈജയുടെ മൂത്ത മകനെയും ഒക്കെ മര്യാദ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ മര്യാദയ്ക്ക് നിന്നോണം, നിങ്ങളുടെ സഹോദരി ആയിട്ടല്ല, നിങ്ങളുടെ ഫ്രണ്ടും ആയിട്ടല്ല, നിങ്ങളൊരു സ്ത്രീ ആയിട്ട് അവളെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും വലിയൊരു ആശ്വാസം തന്നെയാണ് നമ്മുടെ അലീനയ്ക്ക് മനുശങ്കർ വന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി ചേർത്തുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ഒരു വിശേഷം വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും മറക്കാതെ കാണണം കേട്ടോ. നമ്മൾ നാളെ രാവിലെ ഫുൾ വിശേഷവും ഇന്ന് വൈകിട്ട് പ്രമോ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാനും മറക്കരുതേ.